ഈ സോണം വാങ്ചുക്കാണ് നിർമ്മിച്ചെടുത്തത് സോളാർ ഉപയോഗിച്ച്. അവിടെയുള്ള ഇന്ത്യൻ സൈനികർക്ക് ടെൻറ്റ്, സോളാർ ഉപയോഗിച്ച് ടെൻറ്റ്, അതായത് അതിനകത്ത് ചൂട് വരുന്ന രീതിയിൽ. ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഓരോ ഫോട്ടോകൾ വരാൻ തുടങ്ങി. കണികൾ ഗ്ലോബലായിട്ട് അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ് ഈ സോണം വാങ്ചു. അയാളുടെ സ്റ്റോറിയെ ആസ്പദമാക്കിയാണ് 3 Idiots എന്ന് പറഞ്ഞ മൂവി ഉണ്ടാക്കിയേക്കുന്നേ. ഇതാണ് യാഥാർത്ഥ്യം. ഈ സത്യമാണ് BJP, ഈ ഭരിക്കുന്ന പാർട്ടികളും കള്ളത്തരത്തിൽ കൂടെ പറയാൻ ശ്രമിച്ചത്. ഒന്നാം ദിവസം മുതൽ ഞാൻ പറയുന്ന അവര് രാജ്യദ്രോഹികളല്ല, അവർ ഇന്ത്യൻ സ്നേഹികളാണ്. അവരുടെ ഡിമാൻഡ് ഉണ്ട്. 6th ഷെഡ്യൂളുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ അടുത്ത് വന്ന് ശരിക്കും മൈനിങ് നടക്കുന്നുണ്ട്. വലിയ വലിയ മുതലാളിമാർ മൈൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അവിടെയുള്ള ആൾക്കാർക്ക് ജോലി കിട്ടുന്നില്ല. അവിടെ ഈ ഫാൽഗാമിന് ശേഷം ഹോട്ടലെല്ലാം അടച്ചിട്ട് ചെറുപ്പക്കാർക്ക് ജോലിയില്ല. അഗ്നിവീറിൻ്റെയാണ് പ്രധാന പ്രശ്നം. അതുമായിട്ട് ബന്ധപ്പെട്ട് ജോലി കിട്ടുന്നില്ല. പട്ടാളത്തിൽ ആളിനെ എടുക്കുന്നില്ല, പാരാമിലിറ്ററിയിൽ ആളിനെ എടുക്കുന്നില്ല. അവരുടെ പ്രധാന ജോലിയാണ്, അത് കിട്ടുന്നില്ല. അവിടെ പട്ടിണിയാണ്. അതാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്. അവർക്കൊരു റെപ്രസെൻറ്റേറ്റീവിനെ കൊടുക്ക്. ലെഫ്റ്റനന്റ് ഗവർണറും കലക്ടറും അല്ല, ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നവരാണ് റെപ്രസെൻറ്റേറ്റീവ്. അതിനനുവദിക്ക്. ഇതല്ലേ പറഞ്ഞുള്ളൂ. ഈ സംഭവം ഇപ്പം ഇഷ്യൂ ആയേ. ഇന്ത്യയിൽ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയും ഒന്നടങ്കം പറയുന്നു അവരെ തള്ളിക്കളയരുത്. ഏറ്റവും വലിയ സ്ട്രാറ്റജിക് പ്ലേസ് ആണ്. പാകിസ്ഥാൻ്റെയും ചൈനയുടെയും ചെറിയ ഭാഗം അഫ്ഗാനിസ്ഥാൻ. നമ്മളെ അവിടെ ജനങ്ങളുടെ സപ്പോർട്ടില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ലഡാക്കിൻ്റെ വലിയൊരു ഭാഗം നിങ്ങൾ മനസ്സിലാക്കണം ചൈനയുടെ കയ്യിൽ.